ഹലോ, നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഈ കുറച്ച് ദിവസമായി നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടിന്യൂസ് ഇട്ടിട്ടില്ലേ? ഞാൻ വീട്ടിലായിരുന്നു. ഈ ശങ്കുട്ടിന് ചെറിയ പനിയൊക്കെ ആയിട്ട് ഞാൻ വീട്ടിലായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും കണ്ടിന്യൂസ് ഇടാൻ പറ്റുന്നത്. അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ അതിട്ടുണ്ടെന്നാണ് ചാനൽ ചെക്ക് ചെയ്തിട്ട് വീഡിയോസ് ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊണ്ടേ ഗൈസ്. ഇനി നമുക്ക് സ്ഥിരമായിട്ട് വീഡിയോസ് ഇടാതെ. ഇതൊക്കെ ഞാൻ ഇന്ന് ഒരു കണ്ണാടിക്കടയിൽ പോയ കഥകളാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഇപ്പൊ ഭയങ്കര തലവേദനയാണ്. ലാപ്ടോപ്പിലും നമ്മുടെ മൊബൈലിലും ഒക്കെ നോക്കിയിരിക്കുമ്പോഴത്തേക്ക് ഭയങ്കര തലവേദന. അപ്പൊ ഒരു കണ്ണാടി വാങ്ങിക്കാന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് കേട്ടോ. എനിക്ക് ഈ കണ്ണാടിയെ പറ്റി ഒരു കുന്ത്രാണ്ടോ അറിയത്തില്ല എന്നുള്ളതാണ് സത്യം. ഏട്ടന് പക്ഷെ നന്നായിട്ട് അറിയാം കേട്ടോ. ഏട്ടന് സ്ഥിരമായിട്ട് കണ്ണാടി യൂസ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് അറിയാം കണ്ണാടിയെ പറ്റി. അപ്പൊ ഏത് ഫ്രെയിം ചേരും, എങ്ങനെയാണ്, എന്താണ് ക്വാളിറ്റി, എല്ലാം വിഷയമായിട്ട് നല്ലതായിട്ട് നോക്കി പറഞ്ഞു തരുവേ. അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെ ഒരു ഉസ്താദ് ഉള്ളപ്പോ നമ്മൾ ആളിനെ സമീപിക്കണമല്ലോ. ഇവിടെ എല്ലാരും കണ്ണാടി വെക്കും കേട്ടോ. ഞാനും യശുവൊക്കെ എല്ലാരും കണ്ണാടിക്കാരാണ്. ഇപ്പൊ കോള ഫിൽ ആയിട്ടുണ്ട്. ഞാനും കണ്ണാടി വെക്കാൻ തുടങ്ങി. പിന്നെ നമ്മൾ സ്ഥിരം വെക്കുന്നില്ല. സിസ്റ്റർ യൂസ് ചെയ്യുമ്പോൾ കണ്ണാടി വെക്കാം എന്നുള്ള ഇതിലാണ്. കാര്യം എനിക്കിത് എതിലേക്കൂടെ നോക്കണം എന്നുള്ളതാണ് അറിയാൻ വയ്യാത്തത്. കണ്ണാടി വെച്ച് കഴിഞ്ഞിട്ട് എതിലേക്കൂടെ നോക്കണം എന്നുള്ളതാണ് എന്റെ കൺഫ്യൂഷൻ. അപ്പൊ ഈ ഷമുട്ടാന്റെ ഇടയ്ക്ക് അവിടെ ഭയങ്കര തകൃതിയില് കളി നടക്കുന്നുണ്ട്. അപ്പൊ ഏട്ടൻ എന്നെ നോക്കുന്നുണ്ട്, അവനെ നോക്കുന്നുണ്ട്. പാവേട്ടന്റെ ഒരു അവസ്ഥ. വെളിയിൽ ഇറങ്ങിയാൽ എന്നെ നോക്കണം, അവനെ നോക്കണം. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ കടയിലൊക്കെ പോകണമായിരുന്നു. അപ്പം ഈ ശങ്കട്ടനാണെങ്കിൽ അവിടെ നിന്ന് വരണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ല. അവിടെ നിന്ന് കളിക്കാനാണ് ആശാന് ഇഷ്ടം കേട്ടോ. അവന് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ കളിക്കണം കളിക്കണം. ദേ അവിടെ ഒരു സ്പൈഡർമാന്റെ, അത് കഴിഞ്ഞ് നമ്മൾ നേരെ അജോയിലെത്തി. അവിടെ ഒരു സ്പൈഡർമാന്റെ ടൂത്ത് ബ്രഷ് കിടപ്പുണ്ട്. 799 രൂപ അതിന്റെ വില. അത് വേണമെന്നാണ് പറയുന്നത്. ഇപ്പൊ എവിടെ പോയാലും സ്പൈഡർമാൻ വേണം, സ്പൈഡർമാൻ വേണം, സ്പൈഡർമാൻ വേണം. ഈ ഒരു ഒറ്റ ഓർമ്മ മാത്രമുള്ള ആശാനും. പിന്നെ അവിടെ വെച്ച് ചേച്ചിയും കുഞ്ഞിനെയൊക്കെ കണ്ടു. അവരോട് വർത്താനൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ചപ്പാത്തി വാങ്ങിക്കാനായിട്ട് കടയിലെത്തി. അവിടെ എത്തിയപ്പോഴത്തേക്ക് നല്ല വെള്ളയപ്പം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വെള്ളയപ്പവും ചപ്പാത്തിയും പൊറോട്ടയൊക്കെ വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോയി. ഇന്ന് അടുക്കളയ്ക്ക് അവധിയാണ് കേസ്, അതുകൊണ്ട് ഇന്ന് ഫുഡൊക്കെ വെളിയിൽ നിന്ന്